ഹായ് ഫ്രണ്ട്സ്, എൽദോസ് കാരാമൽ. ഇലക്ഷന് മുമ്പ് സർക്കാർ ഡിക്ലെയർ ചെയ്ത സ്ത്രീ സുരക്ഷ പെൻഷൻ ഇന്ന് കെ സ്മാർട്ടിന്റെ സൈറ്റിൽ ലോഗിൻ ആയിട്ടുണ്ട്. ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന ഏതൊരാൾക്കും സ്വയം ചെയ്യാവുന്ന ഒരു രജിസ്ട്രേഷൻ ആണ് ഇത്. ഇനി അത് സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങളെ പോലെ ഓൺലൈൻ സർവീസ് സെന്ററുകൾ നടത്തുന്നവരുമായി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇത് നമ്മുടെ കെ സ്മാർട്ടിന്റെ സൈറ്റിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്, അതിന്റെ ചെറിയ വിവരണവുമായി എത്തിയിരിക്കുകയാണ്. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. കെ സ്മാർട്ടിന്റെ സൈറ്റിന്റെ ഡിസ്പ്ലേ ആണ് ഈ കാണുന്നത്. നിലവിൽ കെ സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മൊബൈൽ നമ്പർ കൊടുത്ത് നമുക്ക് OTP വരുത്താം. അല്ലാത്തവർ പുതിയ രജിസ്ട്രേഷൻ ചെയ്യണം. ആധാർ കാർഡ് OTP വരുത്തി രജിസ്റ്റർ ചെയ്ത് നമുക്ക് ലോഗിൻ ID ക്രിയേറ്റ് ചെയ്തതിനു ശേഷം മൊബൈൽ നമ്പർ കൊടുത്ത് OTP വന്ന് ഈ സൈറ്റ് ഓപ്പൺ ആക്കാം. ഈ സൈറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും സ്ത്രീ സുരക്ഷാ സ്കീമിന്റെ ഒരു കാർഡ് കാണുമ്പോൾ അത് ക്ലിക്ക് ചെയ്യും. അത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റിയിലാണോ അല്ലെങ്കിൽ പഞ്ചായത്തിലാണോ താമസിക്കുന്നത് അത് തിരഞ്ഞെടുക്കുക. നമ്മുടെ ആധാർ നമ്പറിൽ കൃത്യമായ പേര്, തെറ്റ് വരാൻ പാടില്ല, കൃത്യമായ പേര് എൻട്രി കൊടുക്കുക. എൻട്രി കൊടുത്ത് 2-3 സെക്കൻഡ് സോഫ്റ്റ്വെയർ നമ്മുടെ ആധാർ നമ്പർ പരിശോധിക്കും. അതിനുശേഷം ആധാർ നമ്പർ, നമ്മുടെ പേര് എല്ലാം സോഫ്റ്റ്വെയർ പരിശോധിച്ചതിന് ശേഷം നമ്മുടെ റേഷൻ കാർഡിന്റെ വിവരങ്ങൾ ഡിസ്പ്ലേ വരും. ആ വിവരങ്ങൾ ശരിയാണെങ്കിൽ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് നമ്മൾ വരും. നമ്മുടെ അഡ്രസ്സ്, മൊബൈൽ നമ്പർ എന്നിവ വീണ്ടും നമ്മൾ കൊടുക്കുക. അത് കൊടുത്ത് മുന്നോട്ട് പോരുമ്പോൾ നമ്മുടെ തൊഴിൽ വിവരങ്ങൾ ചോദിക്കും, അത് നൽകുക. അത് നൽകി അപേക്ഷകന്റെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ സ്ഥിരം ഉപയോഗിക്കും. നമുക്ക് 3-4 ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാവും. സ്ഥിരം ഉപയോഗിക്കുന്ന നമ്മുടെ പേര് സാമ്യമുള്ള, അഡ്രസ്സ് സാമ്യമുള്ള, തെറ്റാൻ പാടില്ല, പാൻ കാർഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകി മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ പ്രായം തെളിയിക്കണം. അത് ആധാർ കാർഡ് മതി. പ്രായം തെളിയിക്കുന്ന ഒരു പ്രൂഫ് നമ്മൾ അറ്റാച്ച് ചെയ്യണം. ആ പ്രൂഫിന് ശേഷം വീണ്ടും നമ്മൾ ഫോട്ടോ ചോദിക്കും. ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത ശേഷം നമ്മൾ ഇതുവരെ ചെയ്തതിന്റെ എല്ലാത്തിൻ്റെയും ഒരു പ്രിവ്യൂ വരും. ആ പ്രിവ്യൂ വന്ന് എല്ലാം ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിനു ശേഷം വീണ്ടും OTP ചോദിക്കും. ആ OTP നൽകിയതിന് ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഏറെക്കുറെ നമ്മൾ സ്ത്രീ സുരക്ഷാ സ്കീം രജിസ്റ്റർ ചെയ്തു. അതിന്റെ അക്നോളജ്മെന്റ് കാർഡ് ലഭിക്കുന്നതാണ്. രജിസ്ട്രേഷൻ പൂർത്തിയായിരിക്കുകയാണ്. ഇത് ചെറിയൊരു വിവരവുമായി എത്തിയതാണ്. ഇനിയും ഇതുപോലെയുള്ള വിവരങ്ങളുമായി ഞാൻ എത്തുന്നതാണ്. നിർത്തുന്നു. എൽദോസ് കാരാമൽ.